ഹലോ ചാമ്പ്യൻസ്. ക്ലാസ് 10th കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഡ്രീംസും ആഗ്രഹങ്ങളും ഒക്കെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ എല്ലാ പേരും ഡിഫറെൻറ്റ് സ്ട്രീംസ് സെലക്ട് ചെയ്ത് ക്ലാസ് 11th സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. 1-2 ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബയോളജി പതുക്കെ പതുക്കെ ടഫായി തോന്നിത്തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാർക്സും കുറഞ്ഞു തുടങ്ങും. ആൻഡ് ഓട്ടോമാറ്റിക്കലി യുവർ കോൺഫിഡൻസ് വിൽ സ്റ്റാർട്ട് ഡ്രോപ്പിംഗ്. ബട്ട് ലിസൺ ടു മീ, ബയോളജി ഇസ് നോട്ട് ഡിഫിക്കൽട്ട് ഇഫ് യു ചേഞ്ച് യുവർ അപ്രോച്ച്. അപ്പോൾ ഇന്ന് മോട്ടിവേഷൻ അൺലോക്ക്ഡ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു സ്റ്റഡി ബയോളജി ഇൻ ക്ലാസ് 11th ആണ്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. സോ ലെറ്റ്സ് ബിഗിൻ. ക്ലാസ് 10th ആൻഡ് ക്ലാസ് 11th ആർ നോട്ട് ഈക്വൽ. ക്ലാസ് 10th നമുക്ക് ബയോളജിയിൽ കുറച്ച് ചാപ്റ്റേഴ്സേ കാണത്തുള്ളൂ, അബൌട്ട് 5-6 ചാപ്റ്റേഴ്സ് ഒക്കെ കാണത്തുള്ളൂ. ബട്ട് ക്ലാസ് 11th എത്തുമ്പോഴത്തേക്കും ഏകദേശം 20 ചാപ്റ്റേഴ്സാണ് നമുക്ക് ബയോളജിയിൽ വരുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സും നല്ലോണം ഡീറ്റെയിൽഡിലായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ കാണും. അതിൽ പുതിയ പുതിയ ടേംസ് കാണും, പുതിയ കോൺസെപ്റ്റുകൾ കാണും. സോ 10th എങ്ങനെയാണോ നിങ്ങൾ ബയോളജിനെ കാണുന്നത് അങ്ങനെ 11th കാണരുത്. ബിക്കോസ് ഒരു ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ആണ് 11th 10th ബയോളജി തമ്മിൽ. അപ്പം ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ബയോളജീനെ സിൻസിയറായിട്ട് പഠിച്ചു തുടങ്ങുക. ഡോണ്ട് ടേക്ക് ബയോളജി ലൈറ്റ്ലി. ഡെയിലി സ്റ്റഡി ഇസ് കമ്പൽസറി. ബയോളജി ഒരു 1 night ബിഫോർ എക്സാം സബ്ജക്റ്റ് അല്ല. അതായത് എക്സാമിന് തലേ ദിവസം പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസ് 11th ബയോളജി ഒരുപാട് വാസ്റ്റ് ആണ്, ഡീറ്റെയിൽഡ് ആണ്. അത് മാത്രമല്ല സ്ലൈറ്റ്ലി ബോറിംഗ് കൂടിയാണ്. അതുകൊണ്ട് ടീച്ചർ ഇപ്പം ഒരു ദിവസം 2 ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിലെത്തിയിട്ട് ആ 2 ടോപ്പിക്ക് കവർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. ബിക്കോസ് അന്നൊരു ദിവസം മിസ് ചെയ്താൽ അടുത്ത ദിവസം വീണ്ടും ടീച്ചർ പുതിയ ടോപ്പിക്ക് പഠിപ്പിക്കും. ആൻഡ് ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു ദിവസം പഠിച്ചെടുക്കാനായിട്ട് പറ്റില്ല. സോ ഒരു ദിവസം മിസ് ചെയ്താൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അതുകൊണ്ട് തന്നെ അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്ക് അന്ന് തന്നെ കവർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. റീഡ് NCERT ഡീപ്ലി, നോട്ട് കാഷ്വലി. ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങളുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചേ പറ്റൂ. സോ NCERT ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാലേ ശരിയാവത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ ചെന്നിട്ട് ആ 2 ടോപ്പിക്കും NCERT വായിക്കാൻ നോക്കുക. അല്ലാതെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകട്ടെ എന്നിട്ട് ഞാൻ NCERT വായിക്കാം എന്ന് വിചാരിക്കരുത്. ബിക്കോസ് ഓരോ ചാപ്റ്ററും ഒരുപാട് ലെങ്തിയാണ്. ഒരുമിച്ച് നിങ്ങൾക്ക് NCERT വായിച്ചാൽ ഒന്നും മനസ്സിലാവത്തില്ല ആൻഡ് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക് അതിൻ്റെ കൂടെ തന്നെ NCERT റീഡ് ചെയ്ത് പോവുക. മേക്ക് യുവർ ഓൺ നോട്ട്സ്. ബയോളജിക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെ നിങ്ങളതിൽ എഴുതുക. ബിക്കോസ് റിവിഷൻ ടൈമിൽ കംപ്ലീറ്റ് ചാപ്റ്റർ വായിച്ച് നോക്കാനുള്ള ടൈമൊന്നും കിട്ടത്തില്ല. ഒരു ചാപ്റ്റർ ആയിരിക്കില്ലല്ലോ ടെസ്റ്റ് പേപ്പറിയുടെ. അതുകൊണ്ട് ഇതെല്ലാം വായിച്ചെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വന്തം നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഒരുപാട് കളർഫുൾ ഒന്നും ആക്കണം എന്നില്ല. നിങ്ങൾക്ക് അതിൽ ഫ്ലോ ചാർട്ട്സും ബുള്ളറ്റ് പോയിന്റ്സും ഷോർട്ട് ഫോംസും ഒക്കെ യൂസ് ചെയ്ത് ഒരു നോട്ട് നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ അതൊരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. മെയിൻറ്റെയിൻ എ ടെർമിനോളജി നോട്ട്ബുക്ക്. ക്ലാസ് 11th ബയോളജിയിൽ ഒരുപാടധികം ന്യൂ ടേംസ് ഉണ്ട്. അത് ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, എല്ലാ ചാപ്റ്റേഴ്സിലും നിങ്ങൾക്ക് പുതിയ ടേംസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കിട്ടും. അതിൽ മിക്ക ടേംസും കേട്ടിട്ടില്ലാത്ത ടേംസ് ആയിരിക്കും. ആൻഡ് ചിലപ്പം നമുക്ക് പറയാൻ പോലും പാടായിട്ടുള്ള ടേംസ് ആയിരിക്കും. അപ്പം ഇങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ അത് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ആ ഒരു നോട്ട്ബുക്കിൽ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ NCERT വായിക്കുന്നതനുസരിച്ച് അതിൽ ഏതൊക്കെ ടേംസ് ആണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുക ആ ടേംസും അതിൻ്റെ മീനിങ്ങും എഴുതി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ടെർമിനോളജി നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത്, അതിപ്പം ക്ലാസ്സിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലെപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഈ ടേംസ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പം അത് മൈൻഡിൽ രജിസ്റ്റർ ആകുകയും നിങ്ങൾക്ക് എക്സാം ടൈമിന് അത് ഈസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. സോൾവ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ക്ലാസ് 10th ബയോളജി കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിൽ കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് മെയിൻ എക്സാമിൽ ചോദിക്കാറുള്ളൂ. ബട്ട് ക്ലാസ് 11th ആകുമ്പോഴത്തേക്കും
അത് ആക്ച്വലി 12th ബേസിക് ആണല്ലോ. സോ 12th ഒരുപാടധികം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ക്ലാസ് 11th നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണെന്ന് മനസ്സിലാക്കാനും അതെങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ദ ബെസ്റ്റ് വേ ഇസ് ടു സോൾവ് ക്വസ്റ്റ്യൻ ബാങ്ക്സ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു ബൂസ്റ്റ് യുവർ കോൺഫിഡൻസ്. റിവൈസ് വീക്ക്ലി, നോട്ട് ജസ്റ്റ് ബിഫോർ എക്സാംസ്. അപ്പോൾ എക്സാമിന് തലേ ദിവസം റിവൈസ് ചെയ്യാം എന്ന് കരുതരുത്. എല്ലാ ആഴ്ചയും ബയോളജിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റി വയ്ക്കുക. ആ ഒരു ആഴ്ച നിങ്ങൾ ബയോയിൽ എന്താണോ പഠിച്ചത് അതെല്ലാം റിവൈസ് ചെയ്യുക. ബിക്കോസ് റിവൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് ഇത്രയും കാര്യം ഓർത്ത് വെക്കാനായിട്ട് പറ്റില്ല. അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ബയോളജി എന്നല്ല, ഒരു സബ്ജക്റ്റും ഒരിക്കലും കാണാപ്പാഠം പഠിക്കരുത്. ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. ബിക്കോസ് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മാക്സിമം മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം. ഇപ്പം മനസ്സിലാകാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇപ്പം യൂട്യൂബിൽ തന്നെ ഒരുപാട് ആനിമേഷൻ വീഡിയോസ് ഉണ്ട്, പിന്നെ നല്ല നല്ല ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് മാക്സിമം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ക്ലാസ് 11th ഒരു റോളർ കോസ്റ്ററാണ്. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂളായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ കാണും, എഴുതാൻ കാണും, റെക്കോർഡ്സ് കാണും, ഒരുപാട് ടെസ്റ്റ് പേപ്പേഴ്സ് കാണും. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണമെന്നും സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ തോന്നും. ബട്ട് ഓർക്കാം, നിങ്ങൾക്കൊരു ഡ്രീമുണ്ട്. നിങ്ങൾക്കും എല്ലാവരുടെയും മുന്നിൽ തല ഉയർത്തി നടക്കണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമ്പാദിക്കണം. നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണം. ഇല്ലേ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കണം. നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു 2 വർഷം നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടേ പറ്റും. പക്ഷെ ഒരിക്കലും ക്വിറ്റ് ചെയ്യരുത്. ബിക്കോസ് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അമേസിംഗ് ടിപ്സ്.